നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന വിഷയം എനിക്കൊരു അപൂർവ വിഷയമായി തോന്നിയുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്കിത് പുതിയതാണ്, പക്ഷെ നിങ്ങൾക്കിത് പുതിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് കേട്ടിരിക്കാം, ഇതിനെപ്പറ്റി കേട്ടിരിക്കാം. ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ബൈബിളിലും ഉണ്ട് എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അതിശയം. അതാണ്, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പുതുതായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എല്ലാം ഉള്ളത് തന്നെ, അതിനെ പല രീതിയിലും പലര് കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം. സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിയുടെ ഉത്ഭവം എങ്ങനെ എന്നാണ് ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഇത് ഒരു ചെറിയൊരു സംഭവം, അതായത് ഇതിൽ കൂടി ഞാൻ അറിയിക്കാൻ ശ്രമിക്കുന്നത്. ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഒരു പ്രസ്താവവും ബൈബിളിലെ സ്ത്രീ പുരുഷ ഉൽപ്പത്തിയും തമ്മിൽ സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് ഉപനിഷത്ത് പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇനിയും ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. പുരുഷന്റെ രൂപത്തിലുള്ള ആത്മാവ് മാത്രമേ ആദിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും അയാൾ ഏകനായിരുന്നു എന്നും ഏകനായിരുന്നത് കൊണ്ട് അയാൾക്ക് ഭയം ഉണ്ടായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഏകനായിരിക്കുന്ന ഒരു വ്യക്തി, ഏതൊരു വ്യക്തിക്കും ഭയം സർവ്വസാധാരണമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തനിക്ക് വന്നു പോകുമോ എന്ന് പോലും ചിന്തിക്കുന്ന പലരും, പ്രായമായ ആളുകൾ, വീട്ടിൽ അവർക്ക് മക്കളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ ബന്ധുക്കളുണ്ടെങ്കിലോ അവരെ ഒന്നും പുറത്തു വിടാൻ സമ്മതിക്കാത്തൊരവസ്ഥ എനിക്കറിയാവുന്നതാണ് പലയിടത്തും. ഇന്ന് പോകണ്ട, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് കൊണ്ടുപോകുന്നുള്ള ആ ഭയം. അതിപ്പോൾ ചെറുപ്പക്കാർക്കും ഉണ്ട്, വലിയവർക്കും ഉണ്ട്. ഈ ഭയം നമ്മുടെ കൂടപ്പിറപ്പാണ്, മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണെന്ന് മനസ്സിലാക്കണം. അപ്പം മനുഷ്യനെ ഒറ്റയ്ക്കിരിക്കാൻ പ്രയാസം ആയതുകൊണ്ടാണ് മഹാനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് പറഞ്ഞത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. അവൻ ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ കൂട്ടത്തോട് മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ, കൂട്ടത്തിലേ അവൻ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മനുഷ്യൻ ഇപ്പോഴും ഏകാഗിയായി ഇരിക്കാൻ ഭയപ്പെടുന്നു. ആദിമ മനുഷ്യൻ ഭയപ്പെട്ടത് കൊണ്ടാണ് ഇന്നും നാം ഭയപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. അവൻ സന്തുഷ്ടനായിരുന്നില്ല. ഒറ്റയ്ക്കിരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തുഷ്ടനാവാൻ സാധ്യമല്ല. ബൈബിളിലെ വാചകങ്ങളായി പറയും, സാധ്യമല്ല. അപ്പോൾ അവനൊരു ഇണം വേണമെന്ന് തോന്നി. അതായത് ഒരു പയറിൻ്റെ രണ്ട് ദളങ്ങൾ, രണ്ട് ഭാഗങ്ങൾ വേർതിരിക്കുന്നത് പോലെ ഒരു പുരുഷനിൽ നിന്ന് തന്നെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണല്ലേ പറയുന്നത്. രണ്ടായിട്ട് യോജിച്ച് പുരുഷനും സ്ത്രീയും ആയി എന്ന് പറയപ്പെടുന്നത്. അതാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായൊരു ഇണയുണ്ടാക്കി കൊടുക്കും. അവനെ ഒരു ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലിൽ നിന്ന് ഒരു വാരിയലിനെ എടുത്ത് സ്ത്രീയാക്കി മാറ്റി. അവൻ ഉണർന്നപ്പോൾ അവൻ്റെ അടുത്ത് കൊണ്ടെന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് തന്നെ അസ്ഥിയും മാൻ്റെ മാംസത്തിൽ നിന്നും മാംസവും ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഭാര്യ ഭർത്തൃ എന്ന് പറയുന്ന ഒരു ദേഹമായിരുന്നു രണ്ടായിട്ട് തിരിഞ്ഞു എന്നുള്ളതാണ്. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവർക്ക് നാണം തോന്നിയില്ല. ഇത് ഉൽപ്പത്തിയാണ് പറയുന്നത്, ബൈബിളിൻ്റെ ഉൽപ്പത്തി. ആ പുരുഷന് ജ്ഞാനം വന്നപ്പോൾ ബ്രഹ്മസജ്ഞ ലഭിച്ചെന്നും, ബ്രഹ്മസജ്ഞ എന്ന് പറയുന്നതാണ് അറിവ് ലഭിച്ചു. അതായത് സൃഷ്ടി വേണ്ടേ, അതുകൊണ്ട് എന്ത് ചെയ്തു, ബ്രഹ്മസജ്ഞ കിട്ടി, അതായത് അറിവ് കിട്ടി. അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മൈഥുനം ആരംഭിച്ചു എന്ന് പറയുന്നു. അപ്പോഴാണ് ഇവിടെ പിന്നെയും മനുഷ്യന്മാർ, അതായത് ജനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ്, ഭർത്താവ് എന്നീ പദങ്ങൾ ബൈബിളിലും വന്നിട്ടുണ്ട്. ഇതേ പദം തന്നെ നമ്മുടെ ബൃഹദാരണ്യ ഉപനിഷത്തിലും വന്നിട്ടുണ്ട്. അപ്പം കർത്താവ്, ഭർത്താവ് എന്ന് പറയുന്ന പുരുഷനെയാണ് പറയുന്നത്. പുരുഷൻ എന്ന് പറയുന്നത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ആളും പുരുഷൻ എന്ന് പറയപ്പെടുന്നു, അല്ലേ? എന്തുകൊണ്ടാണ് പുരുഷൻ എന്ന് പറയുന്നത്? പുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഈ ശരീരം എടുത്തു വന്ന ആണ് എന്ന് പറയുന്ന ആളല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് ബോധതലത്തിൽ നിന്നുകൊണ്ട് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വത്തെയും പുരുഷൻ എന്ന് പറയും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മൾ ഗീത പഠിക്കുന്നവർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഗീതയിൽ കൃത്യമായിട്ട് പുരുഷനെ പറ്റി പറയുന്നുണ്ട്, പുരുഷനും പ്രകൃതിയെപ്പറ്റി പറയുന്നുണ്ട്. ആ പുരുഷനെയും പ്രകൃതിയെയും പറ്റി പറയുന്ന ആ പുരുഷന്റെ തലം എന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യപുരുഷനല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവെന്ന് പറയുന്നത് പുരുഷൻ തന്നെയാണ്. ആ പുരുഷൻ തന്നെയാണ് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതെന്നും പറയപ്പെടുന്നു.
അതുകൊണ്ടാണ് സാഖ്യശാസ്ത്രത്തിൽ പുരുഷൻ എന്ന് പറയുന്നത് ഈശ്വര തത്വത്തെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ബൈബിളിലും ദൈവം ശ്വാസം ഊതിയാണ് ജീവൻ കൊടുത്തതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ഖുറാനിലും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഊതി ശ്വാസം കൊടുത്ത് ശ്വാസം ഊതി വിട്ടാണ് മനുഷ്യ സൃഷ്ടിക്ക് ആവശ്യമായ ജീവൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോയത്. ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഈക്ഷണത്തോട്, ഈക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടം കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. എല്ലാം, അതായത് ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഈ പ്രപഞ്ചം എല്ലാം ഒതുങ്ങി നിൽക്കുന്നത് ആ ബ്രഹ്മതത്വത്തിലാണെന്നും ആ ബ്രഹ്മതത്വമാണ് ഈ പ്രപഞ്ച ഘടകങ്ങളിലെല്ലാം ഉള്ളതെന്നും ധരിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നെ, അതായത് പുല്ലും പുഴുക്കളും തൊട്ട് അങ്ങോട്ട് സൂര്യചന്ദ്രാദികൾ വരെ, മിൽക്കി വേ വരെ ഒന്നിൻ്റെ തന്നെ അംശമാണെന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അവന് മാത്രമേ യഥാർത്ഥത്തിൽ ഭക്തനെന്നുള്ള നാമം അല്ലെങ്കിൽ പേര് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തനല്ല, വേറൊരു തലത്തിൽ അവർ ചിന്തിച്ചങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവന് പേര് കൊടുക്കാൻ സാധ്യമല്ല. അവർ ഏതൊരു വ്യക്തിയാണോ അത് ക്ഷേത്രത്തിലായാലും അല്ലെങ്കിൽ പള്ളിയിലായാലും മറ്റെവിടെയെങ്കിലും പോകുന്നത്, അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടങ്ങളെ കൊയ്തെടുക്കുക എന്നുള്ളത് കവിഞ്ഞവർ ചിന്തിക്കാറില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആദിമരായിരുന്ന ഇവർ നഗ്നരായിരുന്നു എന്ന് ബൈബിള് പറയുന്നത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നാണമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ബ്രഹ്മസജ്ഞ കിട്ടിയപ്പോൾ, ബ്രഹ്മസജ്ഞ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ അനുവാദം അല്ലെങ്കിൽ ബ്രഹ്മാവ് അറിവ് പകർന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നാണമുണ്ടായി. മൈഥുനമില്ലാതെ അമൈഥുനത്തിൽ സൃഷ്ടി ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പറയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ഉപനിഷത്തിൽ തന്നെ പറയപ്പെടുന്നുണ്ട്. അവരൊന്നും കുട്ടികളായിട്ടല്ല ജനിച്ചതെന്നും പറയപ്പെടുന്നു. അവർ ജനിച്ചത് പ്രായം ഏതാണ്ട് യൗവനയുക്തരായിട്ടാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ജനനം പ്രകൃതിയിൽ നിന്നും ഡയറക്റ്റ് ഉണ്ടായതെന്നുള്ള തലത്തിൽ പറയുന്നുണ്ട്, മൈഥുനത്തിലല്ലാതെ. അല്ലെങ്കിൽ എങ്ങനെ പിന്നെയും 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 ഇത്, അതായത് പിന്നെ കുട്ടികളുണ്ടാവും. ഇതിപ്പോൾ ആലോചിച്ചോണം നിങ്ങൾ, ബൈബിളിൽ പറയുന്നത് പുരുഷനും സ്ത്രീയും അവർ കുട്ടികളല്ലായിരുന്നു. അവർ രണ്ടുപേരും ജനിച്ചപ്പോഴേ യൗവനയുക്തരായിട്ടാണ് ജനിച്ചത്. അല്ലെങ്കിൽ മൈഥുനം എങ്ങനെ നടക്കും? അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഉപനിഷത്തിലും പറയുന്നത്. ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. അപ്പം അവർ നന്മതിന്മയുടെ ഫലം തിന്നതുകൊണ്ടാണ് അറിവുണ്ടായത് എന്ന് പറയുന്നു. നന്മതിന്മയുടെ ഫലം തിന്ന, അതാണ് ബ്രഹ്മസജ്ഞ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നാണം തോന്നിയത്. അങ്ങനെയാണ് സൃഷ്ടിയുടെ ഉൽപ്പാദനവും നടന്നത്. അപ്പം എന്തായി? മൈഥുനത്തിൽ കൂടി ഉണ്ടായത് കുട്ടികൾ, അതായത് ബീജത്തിൽ നിന്നും, അതായത് ഒരു പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു ശിശുവായി എന്തിൻ്റെ ആയാലും ശരി പുറത്തേക്ക് വരുന്നത് മൈഥുനത്തിൽ കൂടി. അമൈഥുനത്തിൽ കൂടി യൗവനയുക്തരായിരുന്ന ആളുകൾ കൃത്യമായിട്ടും, അതായത് വ്യക്തികൾ, അവരെല്ലാം മഹാപണ്ഡിതന്മാരായിരുന്നു, ദൈവജ്ഞന്മാരായിരുന്നു, സൃഷ്ടിക്ക് വേണ്ടി മാത്രം ഉണ്ടായവരാണ്. അപ്പം അവർ യൗവനയുക്തരായിട്ടാണ് വന്നതെന്ന് പറയുന്നു. അപ്പം ഇവിടെ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ്റെ കഷ്ടപ്പാട് ആരംഭിച്ചതും ജ്ഞാനം പ്രാപിച്ച ബ്രഹ്മസജ്ഞ നേടിയതും ഋഷിമാരും അവരിൽ നിന്ന് ഇതരരും ക്രമേണ സൃഷ്ടിയുടെ പുനരുൽപാദന ക്രിയ മനസ്സിലാക്കി ഭാര്യ ഭർത്താക്കന്മാരാകെയാണ് ഉണ്ടായത്. ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. അതുവരെ ഒരു പയറിൻ്റെ ഇതൾ പോലെ സ്ത്രീപുരുഷന്മാർ ചേർന്നിരുന്നെങ്കിലും സൃഷ്ടിയുടെ രഹസ്യം അവർ മനസ്സിലാക്കിയിരുന്നില്ല. ബ്രഹ്മസജ്ഞ ഉണ്ടായപ്പോഴാണ് സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലായത്. അല്ലെങ്കിൽ സൃഷ്ടിയുടെ രഹസ്യം അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഒരുപോലെ പുരുഷൻ്റെ ഉള്ളിൽ തന്നെ സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടും ബൈബിളിൽ പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഉപനിഷത്തിൽ പറയുന്നതും വ്യക്തമായിട്ട് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ജ്ഞാനവും ഈശ്വരീയമാണെന്ന് കീർത്തിച്ചിരിക്കുകയാണ് ഇതിനകത്തിൽ. സർവജ്ഞാനത്തിൻ്റെയും ആദിമൂലം എന്ന് പറയുന്ന ഈശ്വരൻ തന്നെയാകുന്നു. അഗ്നി, വായു, അംഗീരസ് എന്നീ ഋഷിമാർക്ക് ഈശ്വരീയമായി കിട്ടിയ അല്ലെങ്കിൽ ഈശ്വരീയമായിട്ട് ലഭിച്ച ജ്ഞാനം അവർ അന്യോന്യം പകർന്ന് അങ്ങനെ അവർ 4 പേരും ചേർന്ന് ബ്രഹ്മ എന്ന സംജ്ഞയ്ക്ക് അർഹരായി.
ഇവരിൽ നിന്ന് പിൻഗാമികൾ സ്ത്രീ പുരുഷ സംയോഗത്താൽ ജനിച്ചു വളർന്നു എന്ന് പറയപ്പെടുന്നു. അതിനാൽ ബ്രഹ്മാവിനെ കർത്താവെന്നും ഭർത്താവെന്നും സംജ്ഞകൾ യോജിക്കുന്നു എന്നാണ് ഉപനിഷത്ത് പറയുന്നു. കർത്താവെന്ന് പറഞ്ഞാലും ഭർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യോജിക്കുന്നു പറയുന്നു. അങ്ങനെ അടുത്തടുത്ത തലമുറകൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളിനകത്ത് വ്യക്തമായിട്ട് ഇതിനെ സമ്മറൈസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താണോ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് ബൈബിളിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. യാതൊരു മാറ്റവുമില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളുടെ അർത്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഊതി എന്നുള്ളത് ഇവിടെ ഈക്ഷണം എന്ന് പറയുന്നു. അതുപോലെ അവിടെ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടെയായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ മതത്തിൻ്റെ പേരിൽ നാം എന്ത് ചെയ്യുന്നു? തമ്മിൽ തല്ലി മരിക്കാനുണ്ടാവും. എൻ്റെ മതം വലുത്, എൻ്റെ ഈശ്വരൻ വലുത് എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലി മരിക്കാനുണ്ടാവും. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യജന്മങ്ങളെല്ലാം തന്നെ ഒന്നിൻ്റെ തന്നെ പരമ്പരകളാണെന്നും അതിൽ നിന്ന് വന്നതാണെന്നും കൃത്യമായി മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ജാതിയില്ല, മതമില്ല, അന്യോന്യ സ്പർദ്ധയില്ല, കുശുമ്പില്ല. കാര്യം ഞാൻ തന്നെയാണ് അവൻ, അവൻ തന്നെയാണ് ഞാൻ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തമ്മിൽ തല്ല് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ അമ്പലം പോലും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്തു പറയാൻ, മനുഷ്യൻ മൃഗതുല്യരായി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അവൻ്റെ മനസ്സിൽ കുടികെട്ടിരിക്കുന്ന വഞ്ചനയും അതുപോലെ തന്നെ അവിശ്വാസവും അതുപോലെ തന്നെ മറ്റുള്ളവരെ ചതി, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമായിട്ട് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നിന്നും നാട്ടുകാരെ എന്നും നമ്മൾ മുക്തി പ്രാപിക്കും. ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് രണ്ടും കൂടെ കമ്പയർ ചെയ്ത്. ഇനി ഖുറാനുമായിട്ടൊരു ദിവസം കമ്പയർ ചെയ്യാം. എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒന്നിൽ നിന്ന് വന്നു, ഒന്നിലേക്ക് മടങ്ങുന്നു എന്നുള്ള തലം നാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വഴക്കിനോ വയ്യാവേലിക്കോ കുശുമ്പിനോ ഒന്നും വകയില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം.